സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു സീസ് റോക്കസ്. അപ്പോൾ എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. എൻ്റെ ദൈവമേ, എന്താണ് ഈ അനുമോൾ ഇങ്ങനെ? സത്യം പറയാലോ, കഴിഞ്ഞ ഞായറാഴ്ച ലാലേട്ടൻ എപ്പിസോഡിൽ വന്നിട്ട് അനുമോളെ നല്ല രീതിയിൽ വലിച്ചു കയറി ഒട്ടിച്ചായിരുന്നു. അക്ബറിൻ്റെ ഒരു കേസ് ഉണ്ടായിരുന്നു, അക്ബർ എന്നെ നോക്കുന്ന നോട്ടം ശരിയില്ല എന്നൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ അനുമോളെ വെള്ളം കുടിപ്പിച്ചായിരുന്നു. എന്തായാലും അനുമോൾ അതിൽ നിന്ന് എന്തൊക്കെയൊക്കെയോ പറഞ്ഞ് അങ്ങനെയല്ല ദേഷ്യ നോട്ടാന്നൊക്കെ പറഞ്ഞ് രക്ഷപ്പെട്ട് വന്നാലും എല്ലാവർക്കും മനസ്സിലായി നമ്മുടെ അനുമോൾ എന്താ ഉദ്ദേശിച്ചത്. അതുപോലെ ദേ കിടക്കുന്നു പുതിയൊരു സംഭവം കൂടെ അനുമോൾ എടുത്തിടുന്നു. അതായത് ജിസേലിൻ്റെ വസ്ത്രധാരണയെക്കുറിച്ചാണ് ഗായ്സ് പറയുന്നത്. അതായത് ഡ്രസ്സിങ് എന്ന് പറയുമ്പോൾ ജിസേൽ ഇങ്ങനെ വസ്ത്രം ധരിക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ഈ അമ്മമാരൊക്കെ ഇത് കാണും, ഒരു കുടുംബ പ്രേക്ഷകർ എന്ന ഷോ അല്ലേ, ഇതിലെങ്ങനെ കാണും മറ്റേത് മറിച്ചത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര രീതിയിൽ ഡ്രസ്സിങ്ങിനെ കുറിച്ച് മോശമായിട്ട് പറയുന്നുണ്ട്. അതേസമയത്ത് നമ്മുടെ ആദിലും നൂറയൊക്കെ അവിടെ ഇരിപ്പുണ്ട്. അവർ കുറേ പറഞ്ഞു നോക്കുന്നുണ്ട് ഒരു വസ്ത്രം ധരിക്കുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ അവരുടെ പേഴ്സണൽ ചോയ്സാണ്, അവർക്ക് ഇഷ്ടമുള്ളത് ഇടാം, അവർ കംഫർട്ടബിൾ ആയിട്ട് ഇടാം, അതിലൊന്നും ഒരു കാര്യമില്ല. ഈ അനുമോൾ എക്സാക്ട്ലി പറഞ്ഞു വരുന്ന ലാസ്റ്റ് ഇങ്ങനെയാണ്. അതായത് നമ്മുടെ ഈ ബിഗ് ബോസ് ഹൗസിൽ തന്നെ ഒരുപാട് പേര് ജിസേലിൻ്റെ വസ്ത്രധാരണയെ സപ്പോർട്ട് ചെയ്ത് പറയുന്നുണ്ട്. എന്തുകൊണ്ടെന്നാന്ന് വെച്ചാൽ അവർക്ക് ഇങ്ങനെ കാണണം, ജിസേൽ ഇങ്ങനത്തെ വസ്ത്രം ധരിക്കുന്നത് അവർക്ക് ഇഷ്ടമായതുകൊണ്ടാണ് അവരിങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതൊക്കെ പറഞ്ഞ് ഭയങ്കര ലേച്ഛകരമായിട്ടാണ് അവിടുത്തെ ആമ്പിള്ളേർ അല്ലെങ്കിൽ ആ ഒരു ജെൻസിനെ ഇങ്ങനെ മോശ രീതിയിലാണ് നമ്മുടെ അനുമോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ പ്രാവശ്യം ലാലേട്ടൻ വരുമ്പോൾ ഈ കാര്യം കൂടി എടുത്തിടാനുള്ള നല്ല രീതിയിലുള്ള ചാൻസ് ഉണ്ട്. ഇതെങ്ങനെ എടുത്തിട്ട് കഴിഞ്ഞാൽ ജിസേൽ ഈ കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ ജിസേൽ ഉറപ്പായിട്ട് അനുമോളെ വലിച്ചു കയറി ഒട്ടിക്കും. അനുമോൾ സത്യം പറഞ്ഞ ഈ വയസ്സായ അമ്മച്ചിമാരൊക്കെ ഉണ്ടാവില്ല, ഈ അമ്മച്ചി പോയി പിടിച്ചിട്ടാണ് ഈ കാര്യം പറഞ്ഞത്. അയ്യോ അങ്ങനത്തെ ഡ്രസ്സൊന്നും ഇടരുത് കേട്ടോ, അങ്ങനത്തെ ഡ്രസ്സ് ഇട്ടോ ഭയങ്കര മോശം, നാട്ടുകാരെന്ത് പറയും മറ്റേതെന്ന് പറയും. ആ രീതിയിലാണ് നമ്മുടെ അനുമോൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതിൽ തന്നെ നമുക്ക് മനസ്സിലാകുന്നില്ല അനുമോളുടെ നിലവാരം എത്രയുണ്ടെന്ന്. എന്തായാലും ഇതിനെ തുടർന്നുള്ള നിങ്ങളുടെ അഭിപ്രായം മറക്കാണ്ട് രേഖപ്പെടുത്തുക. എന്തായാലും അനുമോൾ ഇതുപോലത്തെ കമൻറ്റുകൾ, ഇതുപോലത്തെ കാര്യങ്ങൾ ഇനി ഇങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയെന്നുണ്ടെങ്കിൽ ഉറപ്പാണ് ഇതിൻ്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കാൻ ചാൻസ് ഉള്ളൂ. അടി സംഭവിക്കാം, അല്ലെങ്കിൽ ലാലേട്ടൻ വന്ന് താക്കീത് കൊടുക്കാനുള്ള സാധ്യതയൊക്കെ ഒരുപാട് ഞാൻ കാണുന്നുണ്ട്. എന്തായാലും മൊത്തത്തിൽ ഒരു ട്രാജഡി ആയിട്ടുള്ളൊരു കാര്യമാണ് അനുമോൾ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം മറക്കാണ്ട് കമൻറ്റിൽ രേഖപ്പെടുത്തുക. പിന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്തു കേട്ടോ.